തിരിച്ചു വരാം നമ്മളുടെ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക്. നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്ന ഏതായിരുന്നു? റേപ്പിൻ്റെ പ്രൊവിഷൻസ് ആയിരുന്നു. ജസ്റ്റ് റേപ്പ് എന്താണ്, 63-ൽ പറയുന്ന റേപ്പ് എന്താണ്, അത് ആരൊക്കെ ചെയ്താൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പനിഷ്മെൻ്റ് എന്ന് നമ്മൾ കണ്ടു. അവിടെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കുറച്ച് വാക്കുകളുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ആരാണ് ആംഡ് ഫോഴ്സ്. നമ്മൾ അന്നേരം പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതായത് ആർമി, നേവൽ, എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് അത് നിയമം മൂലം സ്ഥാപിതമായിട്ടുള്ളത്. അത് മാത്രമല്ല അതിനകത്ത് പാരാമിലിറ്ററി ഫോഴ്സുകളും ഓക്സിലറി ഫോഴ്സുകളും ഒക്കെ അതിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ഒക്കെ പാരാമിലിറ്ററി ഫോഴ്സുകൾ, ഓക്സിലറി ഫോഴ്സുകളും എല്ലാം അതിനകത്തേക്ക് ഈ പറയുന്ന ആംഡ് ഫോഴ്സ് എന്ന് പറയുന്നതിനകത്തേക്ക് വരും. അടുത്തതാണ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഹോസ്പിറ്റലുകൾ, ആശുപത്രി എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ ഇവിടെ പറയുന്നത് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ റിസപ്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പേഴ്സൺസ് എന്നാണ്. അതായത് ഈ രോഗികൾ എന്ന് പറയുന്ന ഒരാൾക്കാർ, രോഗികളെ സ്വീകരിക്കാനും അവരുടെ രോഗമനുസരിച്ച് ചികിത്സിക്കാനും, രോഗം എന്ന് പറയുന്ന പലതരത്തിലുള്ള രോഗം ഉണ്ടാകാമല്ലോ. അപ്പോൾ ഇപ്പോൾ കണ്ണിനുണ്ടാകുന്ന രോഗമാകാം, സ്കിന്നിനുണ്ടാകുന്ന രോഗമാകാം, ഇതെല്ലാം രോഗാവസ്ഥകളാണ്. അപ്പോൾ ഈ തരത്തിലുള്ള രോഗാവസ്ഥകൾ, ഏത് തരത്തിലുള്ള രോഗം എന്ന് ഇത് എന്ത് വന്നാലും രോഗികളെ സ്വീകരിക്കാനും അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും എന്തിനകത്തേക്ക് വരും? ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അതായത് മെഡിക്കൽ അറ്റൻഷൻ, റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ, ഇതെല്ലാം എന്തിൻ്റെ ഭാഗമായിട്ട് വരും? ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് വരും. ഇനി അടുത്തതാണ് പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് ആക്ട് പ്രകാരം അതിൽ പറയുന്ന പ്രൊവിഷനാണ് പോലീസ് എന്ന് പറയുന്നത്. അത് മീനിങ്ങിനകത്ത് പറയുന്നതാണ്. അടുത്ത ഇവിടെ വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ അതൊരു ഓർഫനേജ് ആകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നിഗ്ലക്റ്റഡ് വുമൺ, അതാ പറഞ്ഞത് നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഈ വാണ്ടറിങ് ആയിട്ട് അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്ന ആൾക്കാരെ, എല്ലാ ആൾക്കാരും അല്ല, വുമൻസ്, ചിൽഡ്രൻസ്. അപ്പം നിഗ്ലക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയോ ഓർഫൻസിനെ കൊണ്ടുവരികയോ അതല്ലെങ്കിൽ വിഡോസ് ഹോമോ, അപ്പം ഇതിൽ ചിലപ്പോൾ ഇതിനെയൊക്കെ മറ്റൊരു പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അവിടെ ഈ പറയുന്ന ഹോമുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻറ്റെയിൻ ഫോർ ദ റിസപ്ഷൻ ആൻഡ് കെയർ ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ. അതായത് പ്രധാനമായിട്ടും പല രീതിയിൽ എങ്ങനെയാണ് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകളെയോ കുട്ടികളെയോ പാർപ്പിക്കാനായിട്ട് സ്ഥാപിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് സ്ഥാപനം തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല, അതൊരു പ്രൈവറ്റ് സ്ഥാപനമാകാം. ഓക്കെ, ഇതെല്ലാം എന്തിൻ്റെ പരിധിയിൽ വരും? വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന പരിധിയിൽ വരും. ഇനി അപ്പം നമ്മൾ കണ്ട 63, 64, 63 റേപ്പ്, 64 അതിൻ്റെ പനിഷ്മെൻറ്റ്. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ചില കേസുകൾ 65-നകത്ത് പറയുന്ന റേപ്പ്, അതായത് മറ്റ് ചില സംഗതികളിൽ നടക്കുന്ന റേപ്പാണ്. അതിൽ പറയുന്നത് 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് അഗെയിൻസ്റ്റ് ആണ്. ഹൂ എവർ കമ്മിറ്റ്സ് എ റേപ്പ് ഓൺ എ വുമൺ അണ്ടർ 16 ഇയേഴ്സ് ഓഫ് ഏജ് ആണെങ്കിൽ അവിടെ കിട്ടുന്ന ശിക്ഷ റിഗറസ് ഇംപ്രിസൺമെൻ്റ് ആണ്. അതിൽ എത്ര വർഷം? 20-ൽ കുറയാത്തതും, എന്നാൽ അത് ഇംപ്രിസൺമെൻറ്റ് വരെ പോകാവുന്നതും. ഇവിടെ ഇംപ്രിസൺമെൻ്റ് എന്ന് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് ആ പേഴ്സൻ്റെ നാച്ചുറൽ ലൈഫ് ജയിലിൽ, ശിഷ്ടകാലം ജയിലിലും, അത് മാത്രമല്ല ഫൈനും കിട്ടുന്നതാണ്. അപ്പോൾ 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്കെതിരെ, കുട്ടിയെന്ന് പറയുമ്പോൾ പെൺകുട്ടിക്കെതിരെ റേപ്പ് കമ്മിറ്റ് ചെയ്യുമ്പോഴുള്ള ശിക്ഷ എന്ന് പറയുന്നത് റിഗറസ് ആണ്. അപ്പോൾ റിഗറസ് ഇംപ്രിസൺമെൻ്റ് ആണ്. ആ റിഗറസ് ഇംപ്രിസൺമെൻ്റ് എത്രയിൽ കുറയില്ല? 20-ൽ കുറയില്ല. എന്നാൽ അത് എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം? ലൈഫ് വരെ പോകാം. ഇവിടെ ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിമൈൻഡർ ഓഫ് ദ നാച്ചുറൽ, ഈ പറയുന്ന പേഴ്സൺസ്, റിമൈൻഡർ ഓഫ് ദാറ്റ് പേഴ്സൺസ് നാച്ചുറൽ ലൈഫ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ശിഷ്ടകാലം ജയിലിലായിരിക്കും. ഇനി അതുമാത്രമല്ല, ഈ കുട്ടിയുടെ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഫൈനും പ്ലസ് ഫൈനും കൂടി പറയുന്നുണ്ട്. ഈ ഫൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഈ ജസ്റ്റ് ആൻഡ് റീസണബിൾ ആയിരിക്കണം. ജസ്റ്റ് ആൻഡ് റീസണബിൾ എന്ന് പറയുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു ചെറിയ തുക അങ്ങനെയല്ല. ഈ കുട്ടിയുടെ മെഡിക്കൽ എക്സ്പെൻസിനും അതുപോലെ തന്നെ ഈ വിക്ടിമിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം, നമ്മൾ പുനരധിവസിപ്പിക്കണം. കാരണം ട്രോമയിലൊക്കെ ആയി പോകുന്ന കുട്ടികളെ ആ ട്രോമയിൽ നിന്നൊക്കെ മാറ്റി, അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണോ? അതൊന്നും അല്ല.
അപ്പോൾ അതിനൊക്കെ വേണ്ടി എത്ര എമൗണ്ട് ആണോ ചിലവാകുന്നത് അതിനെല്ലാം കൂടി ആവശ്യമായിട്ടുള്ള തുക കൂടി കൊടുക്കണം എന്നുള്ളത്. സോ അടുത്തതാണ്, ഇനി അടുത്ത മാത്രമല്ല ഫൈൻ, ഇനി ഇവിടെ പറയുന്ന ഫൈൻ ഏതെങ്കിലും ഫൈൻ വല്ല ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അതും ഈ പറയുന്ന വിക്ടിമിന് തന്നെ എന്ത് കൊടുക്കണം. അപ്പം ഇനി മാത്രമല്ല, വിക്ടിം കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമപ്രകാരമുള്ള വിക്ടിമിനുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. പ്ലസ് ഇതിനകത്ത് പറയുന്ന വിക്ടിമും അല്ലെങ്കിൽ കോമ്പൻസേഷനും ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് 65. ഇനി മാത്രമല്ല 12 വയസ്സിൽ കണ്ടോ, അപ്പോൾ 16 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ എന്താണ് പണിഷ്മെൻറ്റ് ഇത്രയാണ്. 12 താഴെയുള്ള ഒരു കുട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് റേപ്പ് കമ്മിറ്റ് ചെയ്തതെങ്കിൽ അവിടെയും റിഗ്രസ് തന്നെയാണ്. അതും എന്താണ് 20 കുറയില്ല. പക്ഷേ അവിടെ അതും എത്ര വരെ പോകാവുന്നതാണ്, ലൈഫ് വരെ പോകാവുന്നതാണ്. ഇവിടെ ലൈഫ് എങ്ങനെ തന്നെയാണ്, ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാച്ചുറൽ ലൈഫ് കംപ്ലീറ്റ്, ബാലൻസ് ഉള്ള നാച്ചുറൽ ലൈഫ് മൊത്തം ജയിലിൽ തന്നെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഓർ വിത്ത് ഡെത്ത്, അല്ലെങ്കിൽ എന്ത് കൊടുക്കും, ഡെത്ത് പെനാലിറ്റി. അപ്പോൾ പറയുന്നത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നേരെ റേപ്പ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ അടുത്തിടയ്ക്ക് ഇപ്പോൾ 2-3 ദിവസമൊക്കെ ആയിട്ട് നമ്മളൊരു കേസ് കേൾക്കുന്നുണ്ട്. അതിൻ്റെ കേസിൻ്റെ പേര് ഞാൻ എക്സാക്റ്റ് ഓർക്കുന്നില്ല. അതിനകത്ത് കുട്ടികളുടെ അമ്മയ്ക്കും അതിനകത്ത് പങ്കുണ്ട് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവിടെ 2 കുട്ടികളുണ്ട്. അവിടെ 13, 10 വയസ്സോ 12, 10 വയസ്സോ ഉള്ള കുട്ടികളാണ്. ഈ ചെറിയ കുട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവരുടെ അച്ഛൻ യഥാർത്ഥത്തിൽ മരിച്ചുപോയി. ഈ അമ്മയ്ക്ക് രണ്ടാമതൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അയാളാണ് ഈ കുട്ടികളോട് ഇത്രയും മോശമായിട്ട് പെരുമാറുന്നത്. അപ്പോൾ 12, 10 വയസ്സോ താഴെയുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾക്കെതിരെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, 20 കുറയത്തില്ല. എന്നാൽ അത് ലൈഫ് വരെ പോകാം. ആ ലൈഫ് ശിഷ്ടകാലം മൊത്തത്തിൽ അവിടെ കിടക്കാം. ഇത് രണ്ടുമല്ലെങ്കിൽ അവന് ഡെത്ത് പെനാലിറ്റിയും കൊടുക്കാം. ഇതും പറയുന്നുണ്ട്. അതുമാത്രമല്ല, പ്ലസ് ഫൈൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ജസ്റ്റ് ആൻഡ് റീസണബിൾ ആയിരിക്കണം. ജസ്റ്റ് ആൻഡ് റീസണബിൾ ആണ്. മെഡിക്കൽ എക്സ്പെൻസുകളും റീഹാബിലിറ്റേഷൻ പ്രോസസ്സുകൾക്കും വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അത് മാത്രമല്ല, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഫൈൻ ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആർക്ക് കൊടുത്തിരിക്കണം, എന്തിന് കൊടുത്തിരിക്കണം, ഈ വിക്ടിമിന് കോമ്പൻസേഷനായി കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്താണ് സെക്ഷൻ 66. റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് പെർമനൻ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അതായത് ഇനി സ്ഥിരമായ സ്ഥായിയായ, അതായത് നമ്മൾ പറയില്ലേ ജീവശവമായി പോകുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഏത് അവസ്ഥയിലേക്കാണ് പോകുന്നത്, എന്താണ് പെർമനൻ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് സെക്ഷൻ 66. അപ്പം പണിഷ്മെൻറ്റ് ഫോർ കോസിങ് ഡെത്ത്, ഒന്നുകിൽ ഈ റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് വിക്ടിം മരിച്ചു പോവുക. അതല്ല എങ്കിൽ എങ്ങനെയാണ് ആ വിക്ടിം പെർമനൻ്റ് ഓർ പെർസിസ്റ്റൻ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. പെർസിസ്റ്റൻ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴത്തേക്കിനുള്ള, അതായത് പിന്നെ ഇപ്പം നമ്മൾ എന്താണ് അരുണ ഷാൻബാഗിൻ്റെ കേസ് കണ്ടില്ലേ. അപ്പം 78 ഈ റേപ്പ് വുമൺ എഗെയിൻസ്റ്റ് ആയിട്ട് കമ്മിറ്റ് ചെയ്ത് തുടങ്ങുകയും 2015 അരുണ മരിക്കുന്ന അത്രയും സമയവും എങ്ങനെയാണ് അതായത് പെർമനൻ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്, പെർമനൻ്റ് ഓർ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ജീവശവമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പണിഷ്മെൻറ്റ് റിഗറസ് ഇംപ്രിസൺമെൻ്റ് ആണ്. അത് 20 കുറയില്ല. അത് എവിടെ വരെ പോകാവുന്നതാണ്, ലൈഫ് വരെ പോകാവുന്നതാണ്. ഇവിടെ കൊടുത്ത ലൈഫും എന്ത് തന്നെയാണ്, ശിഷ്ടകാലം ജയിലിൽ തന്നെയാണ്. ഓർ എന്തും കൂടി കൊടുക്കുക, ഓർ ഡെത്ത്. നമുക്ക് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന അതേ പെനാൽറ്റി തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ 20 കുറയാത്തതും എന്നാൽ ലൈഫ് വരെ പോകുന്നതും. ഇവിടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാച്ചുറൽ ലൈഫ് കംപ്ലീറ്റ്. ഇവിടെ നാച്ചുറൽ ലൈഫ് കംപ്ലീറ്റ് ജയിലിലാണ്. പ്ലസ് ഇതുമല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഓർ ഡെത്താണ്. ഓർ എന്ത് കൊടുക്കും, ഡെത്ത് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്താണ് പെർമനൻ്റ് അല്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്കുള്ള ഇതാണെങ്കിൽ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി സെക്ഷൻ 67-നകത്തൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നത് ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നത് എന്താണ്, വൈഫിൻ്റെ അടുത്താണ്. അപ്പം നമ്മൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പേ പറഞ്ഞല്ലോ ഹസ്ബൻഡും വൈഫും പറഞ്ഞ എന്താണ് 18 വയസ്സിൽ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടെ മറൈറ്റൽ റേപ്പ് ഒന്നുമില്ല. ഇവിടെ പ്രത്യേകത അങ്ങനല്ല. ഈ ഹസ്ബൻഡും വൈഫും എന്താണ് ജുഡീഷ്യൽ സെപ്പറേഷനാണ്. ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡിവോഴ്സ് അല്ല. അപ്പോൾ ഡിവോഴ്സിന് തൊട്ട് മുമ്പ് എന്താണ് ജുഡീഷ്യൽ, അവർ ഹസ്ബൻഡും വൈഫും തന്നെയാണ്.
പക്ഷെ അവരെങ്ങനെയല്ല ഇപ്പം എന്താണ് ഈ പറയുന്ന സ്പൗസുകൾ അവരൊരുമിച്ച് എങ്ങനെയല്ല ഒരുമിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പിലല്ല ഇപ്പോൾ ഉള്ളത്. ചിലപ്പോൾ അവർ സെപ്പറേറ്റഡ് ഒന്നുകിൽ ആ വീട്ടിൽ തന്നെ ഇവർ 2 റൂമിലായിരിക്കും, അതല്ലെങ്കിൽ സെപ്പറേറ്റ് ഹോമുകളിലായിരിക്കും. ഓക്കെ, എനിവേ അപ്പോൾ ഇവർ സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ എ ഡിഗ്രി ഓഫ് എന്താണ് സെപ്പറേഷൻ എന്നുള്ളത്. കോടതി വിധി അനുസരിച്ചാണ് അവർ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ എന്താണെങ്കിലും വെറുതെ എന്തായാലും 2 പേര് എന്താണ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കില്ലല്ലോ, കൺസെൻറ്റ്. അപ്പോൾ എന്താണ് പ്രശ്നമുണ്ട്. അപ്പോൾ എന്നിട്ടും ഇവരുടെ കൺസെൻറ്റ് ഇല്ലാതെയാണ് ഈ പറയുന്ന ഹസ്ബൻഡ് ഈ ലേഡിയെ തിരക്കി ചെന്ന് അവിടെ റേപ്പ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞത് എത്രയാണ്? 2 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അത് 7 വർഷം വരെ പോകുന്നതും പ്ലസ് ഫൈനും കൂടി ആയിരിക്കും. അപ്പോൾ 2 തൊട്ട് 7 എന്ന് ഓർത്തിരുന്നാൽ മതി. 2ൽ കുറയാത്തതും 7ൽ കൂടാത്തതും പ്ലസ് എന്തും കൂടി കിട്ടും, അതിനകത്ത് പ്ലസ് ഫൈനും കൂടി കിട്ടും. ഇവിടെ പ്രത്യേകത എന്താണ്? ഇത് മരൈറ്റൽ റേപ്പ് അല്ല ഇവിടെ പറയുന്നത്. ഒരു കോടതി വിധി അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. കോടതി വിധി അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹസ്ബൻഡ് ലേഡിയുടെ കൺസെൻറ്റ് ഇല്ലാതെ റേപ്പ് കമ്മിറ്റ് ചെയ്താൽ 2 കുറയാത്തതും 7ൽ കൂടാത്തതുമായിട്ടുള്ളതോ അതല്ല എന്നുണ്ടെങ്കിൽ പ്ലസ് ഫൈനും കൂടെ ചേർത്ത് കിട്ടുന്നതാണ്. ഓക്കെ, അടുത്തതാണ് ഇവിടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നില്ലേ, ഈ പറയുന്ന ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഹസ്ബൻഡ് വൈഫിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടത്തുന്ന സെക്ഷൽ ഇൻ്റർകോഴ്സ് 63-ന്റെ A തൊട്ട് D വരെ പറയുന്ന പ്രൊവിഷൻസ് ആയിരിക്കണം. എന്താണ് റേപ്പ് എന്ന് പറയുന്നത് അഗെയിൻസ്റ്റ് ഹെർ വില്ലായിരിക്കണം, വില്ല് എന്ന് പറയുന്നത് ആ രീതിയിലുള്ള തരത്തിലുള്ള എന്താണ് ഇതും കൂടി ആയിരിക്കണം. എനി ആക്ട്സ് മെൻഷൻഡ് ഇൻ ക്ലോസ് A to D, അതായത് റേപ്പ് എന്ന് പറയുന്ന പ്രൊവിഷൻ എന്തൊക്കെ ചെയ്താലാണ് റേപ്പ് ആകുക എന്ന് പറയുന്ന രീതിയിലായിരിക്കണം റേപ്പ് കമ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ എ പേഴ്സൺ ഇൻ അതോറിറ്റി. എന്താണ് അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നത്. തൊട്ടു മുമ്പേ നമ്മൾ കുറച്ച് എന്താണ് അതോറിറ്റി പേഴ്സണെയൊക്കെ കണ്ടു. പോലീസിൻ്റെ കാര്യം, ജയിലിൻ്റെ കാര്യം, എന്താണ് പ്രൊട്ടക്റ്റീവ് ഹോം, വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോമിൻ്റെ കാര്യം, പിന്നെ എന്താണ് ഹോസ്പിറ്റൽ, അതെല്ലാം നമ്മൾ കണ്ടു. ഇനി അതല്ലാതെ എന്താണ് ഒരു അതോറിറ്റിയിലുള്ള കുറച്ചും കൂടെ എന്താണ് പൊസിഷനിലുള്ള അതോറിറ്റി സ്ഥാനങ്ങളിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ അവർ ആരൊരാളായിക്കൊള്ളട്ടെ അതാണ് ഒരു അതോറിറ്റിയിലുള്ള ഒരു പേഴ്സണാണ്. ഇവരുമായിട്ട് ഈ സ്ത്രീയുമായിട്ട് എങ്ങനെയുള്ള ബന്ധമാണ്? ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ്. അങ്ങേയറ്റം ഉത്തമ വിശ്വാസത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അഡ്വക്കേറ്റ്, അതുപോലെ തന്നെ ലോയർ, ക്ലയൻറ്റ്, എന്താണ് ഡോക്ടർ, പേഷ്യൻ്റ്, ഇതെല്ലാം പറഞ്ഞ് അങ്ങേയറ്റം എന്താണ് കുറച്ചും കൂടെ വിശ്വാസം എന്ന് പറയുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പാണ്. അതല്ലെങ്കിൽ പബ്ലിക് സർവൻറ്റ്, അതല്ലെങ്കിൽ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട് സൂപ്രണ്ടന്റ്, മാനേജർ ഓഫ് ജയിൽ, റിമാൻഡ് ഹോമിൻ്റെ ഒക്കെ എന്താണ് കസ്റ്റോഡിയൻസ്, അതിൻ്റെ അതോറിറ്റി പേഴ്സൺസ്. ദെൻ അതല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ കണ്ട ആൾക്കാർ, ഇവരെല്ലാമാണ് ഇതേ പറയുന്ന ഈ എന്താണ് ഈ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്കെതിരെയും എന്ത് നടത്താം, ഈ റേപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് റിഗറസ് ഇംപ്രിസൺമെൻ്റ് ആണ്. അത് എന്ന് പറയുന്നത് 5ൽ കുറയാത്തതും എവിടെ വരെ പോകാം? 10 വരെ പോകാം. അപ്പോൾ 5ൽ കുറയാത്തത് 10 വരെ പോകാവുന്നത് പ്ലസ് എന്തും കൂടി കിട്ടും, ഫൈനും കൂടി കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ഏതാണ്? 68 ആണ്. അതായത് പേഴ്സൺ ഇൻ അതോറിറ്റി ആണ്. ഇവിടെ ഈ പറയുന്ന ആൾക്കാർ പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ, പബ്ലിക് സർവൻറ്റ്, ഹോസ്പിറ്റൽ, ജയിലുകൾ, അതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ പറയുന്ന മാനേജറിയൽ പൊസിഷൻസിനകത്ത് വരുന്നത് ആൾക്കാർ. അപ്പോൾ ഇവിടെയെല്ലാം എന്താണ് ഒന്നുകിൽ ഈ സ്ഥാപനങ്ങളിൽ വെച്ചോ അതിൻ്റെ പ്രിമൈസുകളിൽ വെച്ചോ എന്താണ് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുകയാണ്, കൺസെൻറ്റ് ഇല്ലാതെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് സച്ച്, എന്നാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് നോട്ട് എമൗണ്ടിങ് ടു ദ ഒഫൻസ് ഓഫ് റേപ്പ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത് എന്തിലേക്ക് വരുന്നില്ല. നമ്മൾ 63-ന്റെ A തൊട്ട് D വരെ പറയുന്ന പ്രൊവിഷനിലേക്ക് കടന്നു വരാത്ത തരത്തിലുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സുകളാണെന്നുണ്ടെങ്കിൽ, അതായത് സെഡ്യൂസ് ചെയ്യുകയാണ്. ഒരു അധികാര സ്ഥാനത്തുള്ള ഒരു ആൾ ഒരു സ്ത്രീയോട് ആ സ്ഥാനത്തിരുന്നു കൊണ്ട്, കാരണം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്താണ് ഒരു മാനേജർ ആയിരിക്കാം, ചിലപ്പോൾ അവിടുത്തെ ഒരു വുമൺ സ്റ്റാഫിനോടായിരിക്കും ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് ചിലപ്പോൾ ഇവിടെ എന്ന് പറയുന്നത്
പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇവർക്കൊരു ഭയം കാണും, എന്താണ് ജോലി പോയാലോ എന്ത് ചെയ്യും, ജോലി പോയാലൊക്കെ എന്ത് ചെയ്യും. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള എന്താണ് സെഡ്യൂസ് ചെയ്ത് അവരെ വശീകരിച്ച് കസ്റ്റഡിയിലുള്ളതോ എന്താണ് ചാർജിലുള്ളതോ ഒക്കെ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ, സ്ഥലങ്ങളുടെ ഈ പറയുന്നതിൻ്റെയൊക്കെ പ്രിമൈസുകളിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് വരികയാണ്. ആ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ പ്രത്യേകത അത് റേപ്പായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, റേപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നത്, വശീകരിച്ച് ഇവരെ എന്താണ്, ഇവർക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടിയും ഇവരെ അതിനകത്തേക്ക് എന്ത് ചെയ്യുകയാണ്, അത് ആവശ്യപ്പെടുകയാണ്, ആ ഫേവർ ആവശ്യപ്പെടുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഇതിനകത്താണ് എന്ത് പറയുന്നത്, 5-ൽ കുറയാത്തതും 10 വരെ പോകാവുന്നതും ഫൈനും കൂടി കിട്ടുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 69 ഒരു പുതിയ പ്രൊവിഷനാണ്, BNSൽ പുതിയതായിട്ട് ആഡ് ചെയ്ത ഒരു പ്രൊവിഷനാണ്. സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡിസീറ്റ്ഫുൾ മീൻസ്. അതായത് ഒരു സ്ത്രീയോട് എന്താണ് അവരെ ചതിച്ചുകൊണ്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നതാണ്. അപ്പോൾ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് എപ്പോഴും എന്താകണമെന്നില്ല, ശാരീരിക ബന്ധങ്ങൾ എപ്പോഴും റേപ്പ് ആകണം എന്നില്ല. റേപ്പ് ആകുന്നത് ഈ ശാരീരിക ബന്ധങ്ങൾ അവരുടെ ഇഷ്ടത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നതാണ്, കമ്മിറ്റ് ചെയ്യുന്നതാണ് റേപ്പ്. അപ്പോൾ ഇവിടെ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത് റേപ്പല്ല. റേപ്പ് അല്ലാത്ത തരത്തിലുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സുകൾ എന്ന് പറയുന്നത് എന്താണ്, ഡിസീറ്റ്ഫുൾ മീൻസ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് എന്താണ് സ്ത്രീയെ നിങ്ങളെ ഞാൻ വിവാഹം കഴിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച്, അതായത് ഡിസീറ്റ്ഫുൾ മീൻസിൽ മേക്കിംഗ് പ്രോമിസ് ടു മാരി എ പേഴ്സൺ, എന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ എന്ന് അതായത് കല്യാണം കഴിക്കാൻ അങ്ങ് ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ ഉറപ്പ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പക്ഷേ ഈ പ്രോമിസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ ഹു ഗീവിങ് ദ പ്രോമിസ് ഹി ഹാവ് നോ ഇൻറ്റൻഷൻ ടു ഫുൾഫിൽ ദ പ്രോമിസ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, അയാളുടെ ആവശ്യം എന്താണ്, സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് ഫുൾഫില്ലിങ് ദ സെയിം ആണ്. അപ്പോൾ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്താണ്, എന്നാൽ അത് റേപ്പുമല്ല. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരവരുടെ കൺസെൻറ്റോടുകൂടി അവരെങ്ങനെയാണ് എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത് എന്താണ് ഇതിന് സമ്മതിക്കുന്നത്. സോ അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത് അത് 10 വർഷം വരെയും പ്ലസ് ഫൈനാണ്. അപ്പോൾ എത്രയാണ്, 10+ ഫൈനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 69-നകത്താണ് ഈ പ്രൊവിഷൻ പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയല്ല ചെയ്യുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് വിവാഹം കഴിച്ചില്ലെങ്കിൽ അതാണ് 69-ൻ്റെ പ്രൊവിഷൻ പറയുന്നത്. ഓക്കെ, ഡിസീറ്റ്ഫുൾ മീൻസ് അതായത് ദുരുദ്ദേശം, വഞ്ചനാപൂർണമായിട്ടുള്ള പ്രവൃത്തികൾ എന്നൊക്കെ പറയുന്നത്. ഡിസീറ്റ് ചെയ്യുക, ഒരു ഉദ്ദേശവുമില്ല, ചതിക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തായാലും ചീറ്റ് ചെയ്യണം. ഡിസീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡിസീറ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇൻഡ്യൂസ്മെൻ്റ് ആണ്, ഓർ ഫാൾസ് പ്രോമിസ് ആണ്. ഒരാളെ പ്രേരിപ്പിക്കുകയാണ്, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രേരണയാകാം. അതല്ലെങ്കിൽ എന്താണ്, ഫാൾസ് പ്രോമിസ് ആണ്. എനിക്കറിയാം ഈ പറയുന്ന പ്രോമിസ് ഒരിക്കലും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് ഒരു ബോധ്യമുണ്ട്. അതല്ലെങ്കിൽ എന്താണ്, ഫാൾസ് പ്രോമിസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ജോലി തരാം എന്ന് പറയുകയാണ്. അതല്ല എങ്കിൽ എന്താണ്, ജോലിയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയോട് എന്ത് തരാമെന്നാണ്, പ്രൊമോഷൻ തരാമെന്ന് പറയാണ്. അതല്ലെങ്കിൽ എന്താണ്, വിവാഹം കഴിക്കാം എന്ന് പറയാം, മാരിയും. അതല്ലെങ്കിൽ ഓർ മാരിയിങ് ബൈ സപ്രസിങ് ദ ഐഡൻറ്റിറ്റി. ഇത് മാത്രമല്ല, ഈ പ്രോമിസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡിസീറ്റ്ഫുൾ മീൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുന്നു, ഇൻഡ്യൂസ് ചെയ്യുന്നു, ഫാൾസ് പ്രോമിസ് കൊടുക്കുന്നതും, അവർക്ക് എന്താണ് ജോലി വാഗ്ദാനം ചെയ്യുന്നത്, എംപ്ലോയ്മെൻറ്റ് പറയുന്നതും, അതല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ പറയുന്നതും, അതല്ലെങ്കിൽ ഈ പറയുന്ന പുരുഷൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മറച്ചു വെച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നതും ഒക്കെ ഡിസീറ്റ്ഫുൾ മീൻസിനകത്തേക്ക് കടന്നു വരുന്നതാണ്. അപ്പോൾ തൊട്ട് മുമ്പേ നമ്മൾ കണ്ട 69-ൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ എവർ ബൈ എന്താണ്, ബൈ ഡിസീറ്റ്ഫുൾ മീൻസ് എന്നാണ്. ഹൂ എവർ മീൻസ് ദ മാൻ എന്നുള്ളതാണ്. ഡിസീറ്റ്ഫുൾ മീൻസിൽ ചെയ്യുന്ന പരിപാടികളാണ്. ആ ഡിസീറ്റ്ഫുൾ മീൻസ് എന്ന് പറയുന്നതാണ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഗ്യാങ് റേപ്പ്. സെക്ഷൻ 70 പറയുന്നതാണ് ഗ്യാങ് റേപ്പ് എന്ന് പറയുന്നത്. സെക്ഷൻ 70 പറയുന്നു, അപ്പോൾ ഒരു വുമണിനെ എന്നാൽ 1 or more persons ആണ് റേപ്പ് ചെയ്യുന്നതെങ്കിൽ, 1 or more persons ആണ് റേപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താണ്, ഇത് ഗ്യാങ് റേപ്പാണ്. ഈ പറയുന്നതിനകത്ത് എന്താണ്, ഓഫ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്
20ൽ കുറയാത്തതും എന്നാൽ അത് ലൈഫ് വരെ പോകാവുന്നതും, ഈ ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? റിമൈൻഡർ ഓഫ് ദാറ്റ് പേഴ്സൺസ് നാച്ചുറൽ ലൈഫ് ഇൻ ജയിലുമായിരിക്കും. അപ്പം നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഗ്യാങ് റേപ്പിൻ്റെയും പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 20ൽ കുറയാത്തതും എന്നാൽ അത് ലൈഫ് വരെ പോകാവുന്നത്. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, അതുകൊണ്ട് അതിനെയാണ് ഞാൻ ഈ ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ് വരെ പോകാവുന്നതും ഈ ലൈഫിൻ്റെ മീനിങ് എന്താണ്? ഈ ബാക്കിയുള്ള നാച്ചുറൽ ലൈഫ് മൊത്തം എവിടെയാണ്? ജയിലിനകത്താണ്. അതല്ല എന്നുണ്ടെങ്കിൽ പ്ലസ് ഇതിനോടൊത്ത് ചേർത്ത് എന്തുകൂടി ഉണ്ട്? ഫൈനും കൂടി ഇമ്പോസ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ 20ൽ കുറയാത്ത ശിക്ഷ കൊടുക്കാം, അതല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് കൊടുക്കാം. ഇവിടെ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആജീവനാന്ത തടവാണ് എന്നുള്ളതാണ്. അതാണ് ഗ്യാങ് റേപ്പ്. ഗ്യാങ് റേപ്പ് റേപ്ഡ് ബൈ 1 or more പേഴ്സൺസ് ആയിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാങ് റേപ്പ് നടത്തുമ്പോൾ ഇവർക്ക് എല്ലാം ഇൻറ്റൻഷൻ റേപ്പ് തന്നെയാണ്. എന്താണ്? കോമൺ ഇൻറ്റൻഷൻ റേപ്പ് എന്ന് പറയുന്നതാണ്. അതിൻ്റെ ആ ഇൻറ്റൻഷനോട് കൂടിയായിരിക്കണം ഇത് ചെയ്യുന്നതും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ ഫൈൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വിക്ടിമിൻ്റെ റീഹാബിലിറ്റേഷന്, അതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പെൻസുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ഇത് മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ഫൈനുകൾ പറയുന്നുണ്ടെങ്കിൽ അത് മാർക്ക് കൊടുക്കണം, നമ്മളുടെ വിക്ടിമിന് കൊടുക്കേണ്ടതാണ്. ഇനി മറ്റൊരു പ്രൊവിഷനാണ് ഈ പറയുന്ന, ഇപ്പം നമ്മൾ പറയുന്ന 70യുടെ 2ൽ വരുന്നത് പുതിയ പ്രൊവിഷനാണ്. 18 വയസ്സിൽ താഴെയുള്ളൊരു കുട്ടിയാണ്, വുമൺ അണ്ടർ 18 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്, റേപ്ഡ് ബൈ 1 or more പേഴ്സൺസ്. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള 18 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെയുള്ള കുട്ടികളെ ഗ്യാങ് റേപ്പ് നടത്തുകയാണെങ്കിൽ, 18ൽ താഴെയുള്ള കുട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഗ്യാങ് റേപ്പ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫാണ്. ഇവിടുത്തെ ഇംപ്രിസൺമെൻറ്റ് എന്ത് തന്നെയാണ്? മൊത്തം ജയിലിൽ കിടക്കുന്ന ഈ ലൈഫ് തന്നെയാണ്. ദെൻ എന്താണ്? ഓർ വിത്ത് ഡെത്ത്. അപ്പോൾ 18ൽ താഴെയുള്ള കുട്ടികളുടെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഗ്യാങ് റേപ്പ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ആജീവനാന്തം തടവാണ്. ഒന്നുകിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ഓർ ഡെത്ത് പെനാൽറ്റി. ഇതാണ് അവിടെ പനിഷ്മെൻറ്റ് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് കൊടുക്കുക? വധശിക്ഷ കൊടുക്കലായിരിക്കും. ഓക്കെ, അതൊരു പുതിയ പ്രൊവിഷനാണ്. പിന്നെ ഇവിടെ പറയുന്ന വിക്ടിമിനുള്ള കോമ്പൻസേഷൻസ് ഒക്കെ ജസ്റ്റ് ആൻഡ് റീസണബിൾ ആയിരിക്കണം. മെഡിക്കൽ എക്സ്പെൻസുകൾക്ക് വേണ്ടി കൊടുക്കേണ്ടതുണ്ട്, മറ്റെന്തെങ്കിലും ഫൈനുകൾ പറഞ്ഞാലും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടല്ലേ, ഈ 70 എന്ന് പറയുന്നത് ഒരു നല്ല പ്രൊവിഷനാണ്. ഗ്യാങ് റേപ്പ് എന്ന് പറയുന്നത് പുതിയതായിട്ട് പറയുന്നു. ഗ്യാങ് റേപ്പ് 1 or more പേഴ്സൺ കമ്മിറ്റ് ചെയ്യുന്നു, 20ൽ കുറയാത്തതും ലൈഫ് വരെ പോകുന്നതും പ്ലസ് ഫൈനാണ്. ഇനി അടുത്ത് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരെ ഗ്യാങ് റേപ്പ് കമ്മിറ്റ് ചെയ്താൽ അവിടെയും എന്താണ്? 21 എന്തേ ഉള്ളൂ? ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ്. എന്ത് തന്നെയാണ്? റിമൈൻഡർ ഓഫ് ദാറ്റ് പേഴ്സൺസ് ലൈഫ് ഇൻ ജയിലുമായിരിക്കും. ഓർ എന്താണ്? ഡെത്തുമായിരിക്കും. ഇതിലേതെങ്കിലും കൊടുക്കാം. റിപ്പീറ്റ് ഒഫൻഡേഴ്സ്, അതായത് ഒരിക്കൽ റേപ്പിന് എന്ത് ചെയ്തു? പണിഷ്മെന്റ് കിട്ടിയ ഒരുത്തൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും ഇവൻ ഇത് തന്നെ കമ്മിറ്റ്. അതേപോലെ റിപ്പീറ്റായിട്ട് ഈ ഒഫൻസ് ചെയ്യുന്ന ആരെങ്കിലും റിപ്പീറ്റായിട്ട് ഒഫൻസ് ചെയ്യുകയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്ന? ഒരിക്കൽ ഇവൻ ഈ പറയുന്ന കുറ്റകൃത്യം നടത്തി ജയിലിന് പുറത്തിറങ്ങി, ഓക്കെ, അത് വീണ്ടും ഇവനിത് കമ്മിറ്റ് ചെയ്യുമ്പോഴാണ് റിപ്പീറ്റ് ഒഫൻഡർ പറയുന്നത്. അപ്പോൾ പ്രീവിയസ്ലി കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ് ആണ്. 64, 65, 66, 70 ഒക്കെ അനുസരിച്ച് നേരത്തെ ഇവന് ശിക്ഷ കിട്ടിയിട്ടുണ്ട്, റേപ്പിന് തന്നെ ഇവന് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇവന് സബ്സീക്വൻ്റ് ആയിട്ട് രണ്ടാമത് വീണ്ടും ഇവൻ രണ്ടാമതോ മൂന്നാമതോ, അപ്പോൾ എന്താണ്? ഫസ്റ്റ് എന്തായാലും പ്രീവിയസ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇനി രണ്ടാമത് വരുമ്പോൾ എങ്ങനെയായിരിക്കും പറയുന്നത്? അത് എന്താണ്? സബ്സീക്വൻ്റ് ആണ്, തൊട്ട് പുറകെ വരുന്നതിനാണ് എന്നുണ്ടെങ്കിൽ ഇനി പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫാണ്. ഇവിടെയും റിമൈൻഡർ ഓഫ് ദാറ്റ് പേഴ്സൺസ് ലൈഫ് ജയിലിലാണ് ഓർ ഡെത്ത് ആണ്. ഓക്കെ, റിപ്പീറ്റ് ഒഫൻഡേഴ്സിനും അത് തന്നെയാണ് കിട്ടുന്നത്. ഇനി അടുത്തതാണ്. ഇനി മറ്റൊരു ചോദ്യം, റേപ്പ് വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി, അതായത് വിക്ടിം ഓഫ് സർട്ടൻ ഒഫൻസസ് സെക്ഷൻ 72 പറയുന്നു. ഈ റേപ്പിന് വിധേയമായിട്ടുള്ള ഈ ഇരകളുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാമോ, അതായത് വെളിപ്പെടുത്താമോ എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയാണോ അത് പ്രിന്റ് ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ
എന്താണ് പേര് പറയാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി കൂടെ അത് ആരാണ് എന്താണ് എന്നൊക്കെ. അപ്പോൾ ആ രീതിയിൽ അത് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് 64, 65 നമ്മൾ കണ്ട ഇതേ പറയുന്ന എല്ലാ ഒഫൻസിൽപ്പെട്ട ആൾക്കാരും വിക്ടിംസ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റേപ്പുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ്. അങ്ങനെ പണിഷ്മെൻറ്റ് കൊടുക്കാതാണെങ്കിൽ, അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ പറയുന്നത് ഓക്കെ, ഇനി പണിഷ്മെൻറ്റ് പറയുന്നത് എത്രയാണ്? 2 വർഷമാണ് പ്ലസ് ഫൈനുമാണ്. ഏതൊരു വ്യക്തിയാണോ ഈ പറയുന്ന റേപ്പുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഒഫൻസുകളിൽ വിക്റ്റിമായിരിക്കുന്നത്, അവരുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്താൽ, വെളിപ്പെടുത്തി കഴിഞ്ഞാൽ 2 വർഷം വരെയും അതല്ലെങ്കിൽ പ്ലസ് ഫൈനും കൂടി ആയിരിക്കും. 2 വർഷം വരെയാണ് മാക്സിമം കൊടുക്കാവുന്ന ശിക്ഷ, 2 വർഷം വരെയാണ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ 6 മാസമാകാം, 1 ഇയർ ആകാം, അതൊക്കെ കൊടുക്കാം. പ്ലസ് ഫൈനും കൊടുക്കേണ്ടതുണ്ട്. ഇനി ഇതേ കാര്യം കോർട്ട് പ്രൊസീഡിങ്സ് ഉണ്ട്. ഓക്കെ, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരിക്കും ഈ റേപ്പുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ്, ട്രയലുകളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം കോടതിയുടെ ഇപ്പം നമ്മൾ കണ്ട ഈ എന്താണ് ഈ സെക്ഷൻ 72 നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുമ്പേ പറഞ്ഞതാണ്. സെക്ഷൻ 72 വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഏത് തരത്തിലുള്ള വിക്ടിമാണ്? തൊട്ട് മുമ്പേ പറഞ്ഞ 63 മുതൽ 70, 71 വരെ പറയുന്ന പലതരത്തിലുള്ള റേപ്പ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട വിക്ടിമുകളാണ്. അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതാണ്. അതേ പ്രൊസീജിയർ കോടതി ഇതേ വിക്ടിം എന്താണ് ഇതേ കേസിൻ്റെ പ്രൊസീജിയറുകൾ കോടതിയുടെ അനുമതിയില്ലാതെ വിത്തൗട്ട് പെർമിഷൻ ഓഫ് കോർട്ടാണ്, ആ കോടതിയുടെ അനുമതിയില്ലാതെ പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും 2 വർഷം വരെയും പ്ലസ് ഫൈനും 2 ഇയേഴ്സ് പ്ലസ് ഫൈനും, മാക്സിമം 2 ഇയേഴ്സ് പ്ലസ് ഫൈനും കൂടി ഇമ്പോസ് ചെയ്യാവുന്നത്. അപ്പോൾ നമ്മൾക്ക് തൊട്ട് മുമ്പേ കണ്ട എന്താണ് 72-ൽ തന്നെയാണ് 72 and 73. 72-ൽ എന്ത് കാര്യമാണ് പറഞ്ഞത്? ഈ എന്താണ് വിക്ടിംസിൻ്റെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ പാടുള്ളതല്ല. ആ പേര് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവരുടെ ഐഡൻറ്റിറ്റി എന്നുള്ളത്, അത് ആരാണ്. അപ്പോൾ പേര് പറയാതെ ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തികളുടെ മകൾ, ഇല്ലെങ്കിൽ ഇന്ന വീട്ടുകാരുടെ വീടിൻ്റെ അടുത്തുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞൂടെ? അതൊന്നും പറയാൻ പാടില്ല. ഇതേ കോർട്ട് പ്രൊസീഡിങ്സ് എങ്ങനെ കോടതിയുടെ കൺസെൻറ്റ് ഇല്ലാതെ പബ്ലിഷ് ചെയ്താലും അതിനും 2 വർഷം വരെയും പ്ലസ് ഫൈനും കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും നമ്മൾ കണ്ട 73 വരെ പറയുന്ന പ്രൊവിഷൻസ് ഏതാണ്? റേപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. റേപ്പുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് പറഞ്ഞ് നിർത്തുമ്പോഴത്തേക്കിന് നമ്മൾക്ക് റേപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇനി ആ റേപ്പ് ഇനി കൺസെൻ്റ് ഇല്ലാതെയാണ്. ആ കൺസെൻ്റ് ഇല്ലാതെ ആരൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ പൊസിഷനിലുള്ളവർ ചെയ്യുന്നു എന്നുള്ളതാണ്. എവിടെയൊക്കെയാണ് അതിന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. 18-ൽ താഴെയുള്ള കുട്ടികൾ, 12-ൽ താഴെയുള്ള കുട്ടികൾ, ഇനി 18 മുകളിലായി കഴിഞ്ഞാൽ വിവാഹം ചെയ്ത ആൾക്കാരുടെ കേസ് വരുന്നു. ഇനി അതല്ല, ഈ പറയുന്ന ഒരു കോടതി വിധിയുടെ ഭാഗമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം നമ്മൾ കണ്ടു. ഗ്യാങ് റേപ്പ് നമ്മൾ കണ്ടു. ഗ്യാങ് റേപ്പ് അത് തന്നെ എത്രയാണ് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളോട്, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളോടൊക്കെ കമ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അനദർ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്രൊസീഡിങ്സ് ഒക്കെ എങ്ങനെയാണ്? പ്രൊസീഡിങ്സ് കൺസെൻ്റ് ഇല്ലാതെ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അവിടെ അതും നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ വുമൻസുമായിട്ട് റിലേറ്റ് ചെയ്ത അടുത്ത ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. ക്രിമിനൽ ഫോഴ്സ് ആൻഡ് അസൾട്ട് അഗെയിൻസ്റ്റ് വുമൺ ആണ്. അതാണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് പറയാം. അപ്പോൾ റേപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ നമ്മൾ 63 തൊട്ടുള്ള ആ പ്രൊവിഷനും അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ചില കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ചില പ്രൊവിഷൻസ്, പിന്നെ ഗ്യാങ് റേപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ, അതിന് കിട്ടുന്ന പണിഷ്മെൻറ്റ്, ഇവിടെ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, ചില കേസുകളിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് എന്ന് മീൻ ചെയ്ത് പറഞ്ഞിട്ട് നാച്ചുറൽ ലൈഫ് ജയിലിലാണ് എന്ന് പറയുന്നു ആ ഏരിയകൾ. സോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ശരി. അപ്പോൾ താങ്ക് യു.